കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഒരു ദിവസം കൂടെ നമുക്ക് ചേർന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസവും നമ്മൾ പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും ദൈവീക കരുതൽ അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. നമ്മുടെ പാർപ്പിടത്തിലും നമ്മുടെ യാത്രാവേളകൾ, ജോലിസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കുവാൻ ഇടയായതോർത്ത് നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കരയേറ്റാം. ക്രിസ്തുവിലുള്ള സ്വസ്ഥത, ക്രിസ്തുവേശുവിലുള്ള സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിലൂടെ നാം കേൾക്കുന്ന ദൈവീകാലോചന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈ മീഡിയയിലൂടെ ദൈവവചനം ശ്രവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അത് നമുക്ക് ദൈവാനുഗ്രഹമാക്കി തീർക്കും. ഇന്ന് രാത്രിയിൽ അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 32-ാമത്തെ വാക്യം ഞാൻ പ്രാരംഭത്തിൽ വായിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇപ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ. ഇവിടെ നാം വായിച്ചു കേട്ടതായ തിരുവചന ഭാഗം വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചതായ വിശ്വാസവീരന്മാരുടെ പട്ടിക നിരവധി നമുക്ക് ഈ 11-ാം അധ്യായം പ്രാരംഭം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ട ചിലരുടെ പേരുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇപ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ. അവരെക്കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ പ്രസ്താവിച്ചതായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അത് ഇപ്താഹ് എന്ന് പറയുന്നതായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഇപ്താഹിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ ദൈവിക പ്രവൃത്തിയുടെ ആ മഹത്തമായ പ്രവൃത്തിയെ നമുക്കിന്ന് രാത്രിയിൽ ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവകൃപയിൽ നമുക്കൊന്ന് ശരണപ്പെടാം. സ്തോത്രം. നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ഇപ്താഹിനെ കുറിച്ച് കാണുന്നത്. നാം ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൽ ഇപ്താഹിനെ കുറിച്ച് സവിസ്തരമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ആരാണ് ഇപ്താഹ് എന്നുള്ളത്. സ്തോത്രം. ഇപ്താഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകമായിരിക്കുന്ന പാരമ്പര്യങ്ങളൊന്നും ഈ പറയുന്ന ദൈവമനുഷ്യന് പറയുവാനായിട്ടില്ല. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഗിലെയാദ്യനായ ഇപ്താഹ് എന്നാണ്. അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ഗിലെയാദ്യനായ ഇപ്താഹ് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു പരാക്രമശാലിയായിരുന്നു എങ്കിലും വേശ്യാപുത്രൻ ആയിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു വേശ്യാപുത്രനായിരുന്നു എന്നാണ്. സ്തോത്രം. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്തായിരുന്നുവെന്നും അദ്ദേഹത്തിന് കുടുംബ പാരമ്പര്യങ്ങളൊന്നും പറയാൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. ഒന്നിലും പ്രശംസിക്കുവാനായിട്ടില്ല. നമ്മൾ ഇന്നത്തെ സമൂഹവുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സമൂഹത്തിൽ ഒന്ന് നിവർന്ന് നിൽക്കുവാൻ പോലും കഴിയാത്ത ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുകയാണ് പരാക്രമശാലിയൊക്കെ, ആ കാര്യം ശരിയാ, പക്ഷേ അദ്ദേഹം വേശ്യാപുത്രനായിരുന്നുവെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും തള്ളപ്പെട്ട് സമൂഹത്തിൽ വിലമതിക്കാതെ തിരസ്കരിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് ഇപ്താഹിനെ കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിനെ അംഗീകരിക്കാത്ത
ഒരു ലോകമായിരുന്നു അന്നുണ്ടായിരുന്നത്. യേശു കർത്താവിനെ തിരസ്കരിച്ച് കളയുകയായിരുന്നു. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടു. സ്തോത്രം. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്തിക്കുന്നതിയുടെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ യേശുവിനെക്കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ഒരു ജീവിതാനുഭവത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തിരസ്കരണം എന്ന് പറയുന്നത് അതിയായ വേദന ഉണ്ടാക്കുന്നതും സങ്കടകരവുമായ ഒരനുഭവമാണ്. ഈ തിരസ്കരണം എന്ന് പറയുമ്പോൾ അത് സ്വന്തം കുടുംബത്തിൽ നിന്നാകാം, സഹോദരങ്ങളിൽ നിന്നാകാം, ചാർച്ചയിൽപ്പെട്ടവരിൽ നിന്നാകാം, ഔദ്യോഗിക മേഖലകളിലാകാം. അത് എങ്ങനെ തന്നെ ആയിരുന്നാലും നമ്മളെ മറ്റുള്ളവർ തിരസ്കരിക്കുക എന്ന് പറയുമ്പോൾ, നമ്മളെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത്, നമ്മളെ ഒറ്റപ്പെടുത്തി കളയുക എന്ന് പറയുന്നത് അതിയായ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ, നമുക്ക് നല്ലൊരു മാതൃക തന്നേച്ചു പോയ ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഈ തിരസ്കരണവും ഈ നിന്ദയും ഈ പറയുന്ന പരിഹാസങ്ങളും എല്ലാം ഏറ്റ ഒരു കർത്താവാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ട് ആ ദൈവകൃപയിൽ, ആ കർത്താവിൽ ശരണം വയ്ക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാലത്തും നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഈ ഇബ്താഹിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, എല്ലാവരാലും തള്ളിക്കളഞ്ഞ, എല്ലാവരാലും തിരസ്കരണം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു എങ്കിലും, സ്തോത്രം, നമ്മൾ അതിൻ്റെ 11-ന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ഗിലെയാദിൻ്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവൻ്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അപ്പോൾ ഈ ഇബ്താഹിൻ്റെ പിതാവിന് മറ്റു മക്കളുണ്ടായി. അപ്പോൾ അവൻ്റെ സഹോദരങ്ങളാണത്. അവരും ഇബ്താഹിനെ ഒരർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ എന്താണ് പരസ്ത്രീയുടെ മകനാണ് എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇബ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് എന്ന് പാർത്തു. നിസ്സാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. വളരെ നിസ്സാരന്മാരായ, വളരെ സാധാരണക്കാരായ ചിലരായിരുന്നു പിന്നെ ഇബ്താഹിൻ്റെ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഇബ്താഹിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ പിന്നെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ വലിയ ബന്ധങ്ങളൊന്നും ആ മനുഷ്യനില്ല. കാരണം സ്വന്തം ദേശത്ത് നിന്ന് തിരസ്കരിക്കപ്പെടുന്നു, സ്വന്തം കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെടുന്നു, താൻ പറയുന്ന വാക്കുകൾക്ക് വിലയില്ല, തന്നെ അംഗീകരിക്കുവാൻ ആരുമില്ല, തനിക്ക് ആരും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ദൈവമനുഷ്യൻ എത്തിച്ചേരുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ദൈവമക്കളെ, ഒരു കാര്യം വളരെ വസ്തുത ഉള്ളതായ ഒരു കാര്യം, നാം എത്ര തിരസ്കരിക്കപ്പെട്ടാലും ഒരു ദൈവ പൈതൽ ദൈവമുഖത്താണ് നോക്കിയിരിക്കുന്നത് എങ്കിൽ, ഹല്ലേലൂയ, അവനെ എവിടെ തള്ളിക്കളഞ്ഞാലും ദൈവം ഉയർത്തേണ്ടുന്നവനെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ആര് തിരസ്കരിച്ചാലും ആ തിരസ്കരണങ്ങളൊന്നും ഹല്ലേലൂയ നമുക്ക് പ്രതികൂലമായി തീരാതെ എല്ലാ തിരസ്കരണങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവകരം നമുക്ക് മീതെ ഉണ്ട്. സ്തോത്രം. ആ ദൈവത്തിൻ്റെ ദയയുള്ള കൈ നമുക്ക് അനുകൂലമായി തീർന്നാൽ നിശ്ചയമായിട്ട് ആ ദൈവപ്രവൃത്തി കണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും എന്നതിന് സംശയമില്ല. സ്തോത്രം. എന്നാൽ ഈ തിരസ്കരണം ഏറെ നാൾ നീണ്ടുപോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മോന്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് അവിടെ കടന്നു വരുന്ന സമയത്ത്, ഹല്ലേലൂയ, ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ, അല്ലെങ്കിൽ ഈ തിരസ്കരിച്ച് കളഞ്ഞതായ സഹോദരന്മാർ ഒരു യുദ്ധത്തെ, ഒരു പ്രതികൂല സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ, സേനാധിപനായിരിക്കുവാൻ മറ്റാരെയും അവർക്ക് കാണാതെ വന്നപ്പോൾ അവർ ഇബ്താഹിൻ്റെ അടുത്ത് വന്ന് ഇബ്താഹിനോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ ഞങ്ങൾക്ക് സേനാധിപനായിരിക്കുക, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കണമെന്ന് ഇബ്താഹിനോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. നമ്മൾ 11-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇബ്താഹ് പറയുന്നുണ്ട്, ഇബ്താഹ് ഗിലെയാദ്യരോട്, നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എൻ്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചില കഷ്ടങ്ങൾ, ചില വേദനകൾ, ചില യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ, ചില പ്രതികൂലങ്ങൾ ഒക്കെ ചിലയിടത്ത് സൃഷ്ടിക്കപ്പെടുമ്പോൾ അത്
ഒരുപക്ഷെ ദൈവ പൈതലിൻ്റെ ഉയർച്ചയ്ക്കുള്ള അവസരമാക്കി ദൈവം അതിനെ മാറ്റുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാതെ പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇബ്താഹ് പറയാണ്, നിങ്ങൾ എന്നെ അവിടെ നിന്ന് തള്ളിക്കളഞ്ഞില്ലേ? സ്തോത്രം. ഗിലെയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനോട്, നീ ഞങ്ങളുടെ കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലെയാദിലെ സകല നിവാസികൾക്ക് തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ ഇപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്താഹിനെ തങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഉത്സാഹിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ ഇബ്താഹ് പറയുന്നുണ്ട്, ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അതിനെ ജയിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ? അവരത് സമ്മതിക്കുകയാണ്. ദൈവത്തിൻ്റെ മുൻപാകെയും ഒരു തീരുമാനമെടുത്തിട്ട് പറയുന്നു, ഞങ്ങൾ നിന്നെ ആക്കാമെന്ന്. അതേ ദൈവമക്കളെ, ഈ തിരസ്കരണങ്ങൾ, നമ്മളെ തള്ളിക്കളയുന്ന അവസ്ഥകൾ, ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാകയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തിരുവചനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ബലമുള്ള കൈക്കീഴിൽ നമ്മളൊന്ന് താണിരുന്നാൽ തക്ക സമയത്ത് ഈ ദൈവം നമ്മളെ ഉയർത്തും എന്നതിന് സംശയമില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത നമ്മളതിൻ്റെ 11-ാം വാക്യത്തിൽ 11:11 ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഇബ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി. ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഇതായിരുന്നു ആ മനുഷ്യനെ വ്യത്യസ്തനാക്കിയ ഒരു കാര്യം. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. ഇബ്താഹ് മിസ്പയിൽ ചെന്ന് തൻ്റെ സകല കാര്യങ്ങളും ദൈവത്തോട് പറഞ്ഞു. അവിടെ തൻ്റെ കാര്യങ്ങൾ പറയുവാൻ സ്നേഹിതന്മാർ ഇല്ല. വളരെ നിസ്സാരന്മാരായ ചിലർ മാത്രമേ കൂടെ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ ഹല്ലേലൂയ അവിടെ ചെയ്യുന്നത് മിസ്പയിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിക്കുകയാണ്. മിസ്പ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞ സ്ഥലം. ഹല്ലേലൂയ. ദൈവ അഭിമുഖമായി കടന്നു വന്ന് തൻ്റെ അവസ്ഥകളെ പ്രസ്താവിക്കുവാൻ ആ മനുഷ്യൻ തയ്യാറാകുകയാണ്. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവവൈതലേ, നമ്മുടെ അവസ്ഥകൾ നമുക്ക് പറയുവാൻ, നമ്മുടെ സകല കാര്യങ്ങളും ഹൃദയം പകരുവാൻ, ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒറ്റപ്പെടുത്തലുകളാകാം, തിരസ്കരണങ്ങളാകാം, നിന്ദയാകാം, പരിഹാസമാകാം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ഒരു മിസ്ഫയുടെ അനുഭവത്തിലേക്ക് വന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, നമ്മുടെ ഉള്ള അവസ്ഥകളെ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയാൻ കഴിയുന്നെങ്കിൽ, നമ്മുടെ മുഴങ്കാലുകളെ നമുക്ക് മടക്കുവാൻ കഴിയുന്നുവെങ്കിൽ, നമുക്കൊന്ന് കരയുവാൻ കഴിയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി, നമ്മുടെ മാനുഷിക ബുദ്ധിക്കപ്പുറമായി, മാനുഷിക ചിന്തയ്ക്കപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തൻ്റെ വലങ്കരം നമുക്ക് മീതെ ഉണ്ട് എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. ആകയാൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ദൈവ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ആ ഇബ്താഹിനെ പോലെ തൻ്റെ സകല കാര്യങ്ങളും ദൈവസന്നിധിയിൽ ചെന്ന് പ്രസ്താവിക്കുവാൻ തക്കോണം ഇടയായിത്തീരട്ടെ. ദൈവകൃപ അനുഭവിക്കുവാൻ നമുക്ക് ഇന്ന് രാത്രിയിലും ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. അതിന് ദൈവകരങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഇബ്താഹ് ഈ ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ പോകുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 11:30 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. അങ്ങനെ ഇബ്താഹ് അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു. യഹോവ അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് അരോവേർ മുതൽ മിന്നീത്ത് വരെയും ആബേൽ കെരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി 20 പട്ടണം ജയിച്ചടക്കി. നോക്കിക്കേ ദൈവമക്കളെ, ഇന്നലെ തിരസ്കരണം അനുഭവിച്ചവൻ, ഇന്നലെ നിന്ന അനുഭവിച്ചവൻ, എല്ലാവരാലും തള്ളപ്പെട്ട ഒരു വ്യക്തി, ആരാലും ബഹുമാനിക്കപ്പെടാത്ത ഹല്ലേലൂയ ഒരു വ്യക്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ളത് എല്ലാ കാര്യങ്ങളും ചെന്ന് പറയുവാൻ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന
ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ അമ്മോന്യരെ ജയിച്ച് മടങ്ങി വന്നാൽ എൻ്റെ മുമ്പിൽ ആദ്യം വരുന്നത് എന്ത് തന്നെയായിരുന്നാലും അത് എൻ്റെ ദൈവത്തിന് ഞാൻ യാഗമായി അർപ്പിക്കുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ മനുഷ്യൻ്റെ രണ്ടാമത്തെ ഒരു ഗുണമാണ് എടുക്കുന്ന ഒരു തീരുമാനം. ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം, അതിന് വലിയ ഗൗരവത്തോടെയാണ് അദ്ദേഹം അതിനെ കാണുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനം പോലെയല്ല ഇബ്താഹിൻ്റെ തീരുമാനമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നമ്മളെപ്പോലെയുള്ളവരുടെ തീരുമാനം ഡിസംബർ മാസം 31 ഒരുപക്ഷെ ഒരു തീരുമാനമെടുക്കും. അടുത്ത വർഷം ദാനമായി തരുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും എന്നും, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. ഹല്ലേലൂയ. ഇന്ന കാര്യങ്ങൾ ഇനി ചെയ്യത്തില്ല, ഇന്നത് പറയത്തില്ല, ഇന്നത് ചിന്തിക്കത്തില്ല, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും, അനേകരോട് സുവിശേഷം പറയും, യേശുവിനെ കുറിച്ച് പറയും. ഇങ്ങനെയൊക്കെ ഒരുപാട് തീരുമാനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്തോത്രം. എന്നാൽ സാഹചര്യങ്ങൾ വരുമ്പോൾ നാം അതൊക്കെ അവസരോചിതമായി നമ്മൾ മറന്നു പോവുകയും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പിന്നെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന മാനുഷികമായ അവസ്ഥയുള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ ഒരു സാധാരണ മനുഷ്യനായിരുന്ന, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഇബ്താഹിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു അനുഭവം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം സകലതും ദൈവത്തോട് പറയുവാൻ സമയത്തെ മാറ്റിവെച്ച് ദൈവസന്നിധിയിലിരുന്ന് ദൈവാഭിമുഖമായി തന്നെ സമർപ്പിക്കുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത്, താൻ എടുക്കുന്ന തീരുമാനം ദൈവസന്നിധി ദൃഢനിശ്ചയത്തോടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അല്പം പ്രയാസകരമായി നമുക്ക് തോന്നിയാലും ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനം അത് നിലനിൽക്കുന്നതായി തീരട്ടെ, പ്രയോജനകരമായി തീരട്ടെ. ദൈവവചനത്തിനും ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനും നമ്മുടെ തീരുമാനങ്ങൾ പ്രയോജനകരമായി തീരട്ടെ. അങ്ങനെയായി തീർന്നാൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. പലപ്പോഴും ചില വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നേക്കാം, ചില ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നേക്കാം. ഹല്ലേലൂയ. അതിനെയൊക്കെ ജയിക്കുവാനാ പരിശുദ്ധ ആത്മാവെന്ന കാര്യസ്ഥനെ കർത്താവ് നമുക്ക് അയച്ചു തന്നത്. അതുകൊണ്ട് ആ നല്ല കാര്യസ്ഥൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രാപിച്ച് തീരുമാനങ്ങളിൽ നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ടതും അനുഗ്രഹവുമായി തീരും എന്നതിന് സംശയമില്ല. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ഹോമയാഗമായി അർപ്പിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. സ്തോത്രം. നമ്മൾ കാണുന്നു, ഒരു മഹാസംഹാരം വരുത്തിയിട്ട് 20 പട്ടണത്തെ ജയിച്ചടക്കുവാൻ ഇബ്താഹിനെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ജയമുണ്ട്. ഹല്ലേലൂയ. അല്പം വേദനയുള്ളതാണെങ്കിലും ഒരു മഹാജയം ദൈവം നമുക്ക് നൽകും. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ ഒരു ജയജീവിതം നമുക്ക് കർത്താവ് നൽകട്ടെ. സകലത്തെയും പിടിച്ചടക്കുവാൻ ആത്മബലം കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ, നമ്മുടെ കുടുംബത്തിൽ പകരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ഒരാത്മാവിൻ്റെ ചൈതന്യവും ആത്മാവിൻ്റെ ബലവും നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ നീക്കപ്പെടട്ടെ. നമ്മുടെ ദൈവാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ പകരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇബ്താഹ് ഈ സൈന്യത്തെയൊക്കെ ജയിച്ച് മടങ്ങി വരികയാണ്. പട്ടണത്തെയെല്ലാം പിടിച്ചടക്കി ജയാളിയായി മടങ്ങി വരികയാണ്. സ്തോത്രം. മടങ്ങി വരുന്ന സമയത്ത് ഹല്ലേലൂയ, തൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് തൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റ് വരികയാണ്. തനിക്ക് ഒരു മകളേ ഉള്ളൂ എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ദീർഘിപ്പിക്കാതെ ഞാൻ ഈ ചിന്തകളെ ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. അവിടെ ആ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ തൻ്റെ പിതാവ് ജയിച്ചു വരുന്നതിനെ ആനന്ദത്തോടെ സ്വീകരിക്കുവാൻ മടങ്ങി വരിക. അപ്പോൾ ആ പിതാവ് ദുഃഖത്തോടുകൂടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ, യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. അവൾ അവനോട്, അപ്പാ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളെ അമ്മോന്യരുടെ പ്രതികാരം നടത്തിയിരിക്കയാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തീരുമാനം, ഇബ്താഹ് എടുത്ത തീരുമാനത്തെക്കുറിച്ച് മകൾക്ക് അറിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ അറിവ് കിട്ടിയപ്പോൾ ആ മകൾ പിതാവിനെ അനുസരിക്കുന്ന മകളാണ്. കാരണം ബാലശിക്ഷയിൽ വളർത്തപ്പെട്ട പൈതലാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൻ്റെ ശിക്ഷണത്തിലും ബാലശിക്ഷയിലും
പഥ്യോപദേശത്തിലും വളർത്തപ്പെട്ടതായ ഒരു പൈതലായിരുന്നതുകൊണ്ട് നമ്മളവിടെ കാണുവാൻ കഴിയുന്നത്, അപ്പാ നീ ദൈവത്തോട് നേർന്നത് വ്യതിചരിക്കരുത്, അതങ്ങനെ തന്നെ നിവർത്തിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഉള്ളതായ ദൈവവചനത്തിൻ്റെ മറ്റ് ചിന്തകളിലേക്ക് പ്രവേശിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുക. എന്നാൽ ഈ മകളുടെ തീരുമാനം ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അപ്പൻ പറഞ്ഞതിൽ നിന്നൊരു വാക്ക് വ്യതിചലിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ആ പിതാവിനെ നന്നായി അനുസരിക്കുകയും കുടുംബത്തിൽ നല്ല മാതൃകയുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായി തീരുകയും ഹല്ലേലൂയ മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്ത ഒരു പൈതലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇബ്താഖ് താൻ എടുത്ത ആ തീരുമാനത്തിൽ അവിടെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ ഭക്തനെ അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം ദൈവത്തോട് സകലതും തുറന്നു പറയുവാൻ നാം സന്നദ്ധരായാൽ, ദൈവമുമ്പാകെ ദൃഢനിശ്ചയത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് വളരെ ദൃഢനിശ്ചയമുള്ളവരായി, ദൃഢധൈര്യമുള്ളവരായി ദൈവസന്നിധിയിൽ ആ സകല കാര്യങ്ങളും പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ അനുകൂലമായ കരം നമുക്ക് വേണ്ടി നീട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ തിരസ്കരണങ്ങളെ നീക്കും. ഹല്ലേലൂയ. നമ്മളെ അംഗീകരിക്കുവാൻ അനേകരെ മുൻപോട്ട് കടന്നു വരുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കട്ടെ. ഹല്ലേലൂയ. ഇബ്താഖിനെ പോലെ ഒരു വലിയ തീരുമാനം നമുക്കെടുക്കാം. ദൈവമുൻപാകെ നമുക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിന് വേണ്ടി ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ അതിനുവേണ്ടി നമ്മളെ ഉപയോഗിക്കട്ടെ. ദൈവകരങ്ങൾ നമുക്കൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ഈ ജയമെന്നൊക്കെ പറയുന്നത് ഒന്നും അത് മാനുഷിക ബലത്താൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഹല്ലേലൂയ. ഈ 20 പട്ടണങ്ങളെയൊക്കെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. നമുക്ക് കീഴടക്കുവാൻ കഴിയാത്ത, നാം ഈ ഹല്ലേലൂയ കൃപായുഗത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മെ കീഴടക്കുവാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജഡചിന്തകളായിരിക്കാം, ലോകമോഹങ്ങളായിരിക്കാം, ഹല്ലേലൂയ, മറ്റ് നിരവധി കാര്യങ്ങൾ നമുക്ക് കീഴടക്കുവാൻ കഴിയാത്തതായിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇതിനെല്ലാം സാധ്യമാക്കുവാനാണ്, നമ്മൾ ബലഹീനരാണ്, നാം തകർന്നു പോകും, നാം ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളാണ് എന്ന് അറിയാവുന്നതുകൊണ്ട്, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഹല്ലേലൂയ. ആശ്വാസപ്രദനാണ് ആ കാര്യസ്ഥൻ. ഹല്ലേലൂയ. നമ്മളെ താങ്ങി നടത്തുന്ന, ബുദ്ധി ഉപദേശിച്ച് നടത്തുന്ന ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് കീഴ്പ്പെടാം. അനുസരണക്കേട് കാണിക്കാതെ ഹല്ലേലൂയ എടുക്കുന്ന തീരുമാനത്തിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ ദൈവമക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.